ആ ഇരുണ്ട ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തേക്ക് ചിതറി വീഴുന്ന സ്വർണ്ണ കഷ്ണങ്ങൾക്കൊപ്പം ആ യുവകള്ളൻ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ്. താഴെ പതിച്ചയുടനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ വേഗത്തിൽ ഒരൊറ്റ ചാട്ടം ചാടി. നിലത്തിറങ്ങിയ നിമിഷം ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവൻ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഒരിടത്ത് അനങ്ങാതെ നിന്നു. ഹോറസിന്റെ മാന്ത്രിക കണ്ണ് മോഷ്ടിക്കുക എന്ന അവന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദൗത്യത്തിന് തുടക്കമായിരുന്നു അത്. അവൻ പതിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് തുറന്ന് വഴി കാണിച്ചു തരാൻ സഹായിക്കുന്ന ആ വിളക്ക് കത്തിച്ചു. മുന്നിലുള്ള ഒന്നാമത്തെ പാലത്തിനടുത്തേക്ക് എത്തിയപ്പോൾ ഇതൊരു എളുപ്പമുള്ള നടത്തമായിരിക്കും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവന് തെറ്റി. അവിടുത്തെ വട്ടത്തിലുള്ള ആ ചതിക്കുഴി പെട്ടെന്ന് കറങ്ങി ആക്ടിവേറ്റ് ആവുകയും അതിനുള്ളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന മൂർച്ചയേറിയ വാളുകൾ ജീവനുള്ളതുപോലെ അതിവേഗത്തിൽ വട്ടം കറങ്ങി വരാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ബെക്ക് വളരെ വേഗതയുള്ളവനായിരുന്നു. ദൈവങ്ങൾ ഒരുക്കിവെച്ച കെണികളെപ്പോലും നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരാളെ പോലെ അവൻ ഒഴിഞ്ഞു മാറിയും മുകളിലേക്ക് ചാടിയും നിലത്തുകൂടെ നിരങ്ങി നീങ്ങിയും മുന്നോട്ട് കുതിച്ചു. അങ്ങനെ ഒടുവിൽ മൂന്നാമത്തെ പാലത്തിൽ എത്തിയപ്പോഴാണ് അവൻ അത് കണ്ടത്. ആ തിളങ്ങുന്ന മാന്ത്രിക കണ്ണ് തന്നെ തന്നെ നോക്കി വിൽക്കുന്നത് പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവന് അത് കയ്യിലെടുക്കാൻ കഴിയുന്നത് മുൻപ് തന്നെ അവന്റെ കാൽക്കീഴിലെ തറ തകരാൻ തുടങ്ങി. നിലം ഓരോ കഷ്ണങ്ങളായി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരൊറ്റ തെറ്റായ ചുവട് വെച്ചാൽ അവന്റെ ആ ദൗത്യം അവിടെ അവസാനിക്കും. എങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ തന്റെ അവസാനത്തെ ഒരൊറ്റ ശക്തമായ ചാട്ടത്തോടെ പുറകിലെ വഴികളെല്ലാം തകർന്നു വീഴുന്ന കൃത്യം ആ നിമിഷത്തിൽ തന്നെ അവൻ ആ തിളങ്ങുന്ന കണ്ണ് കൈക്കലാക്കി.